തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP ഉണ്ടാക്കിയ നേട്ടം കണക്കിലെടുത്തുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു 34 നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്. 9 നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് 40,000-ന് മുകളിൽ വോട്ട് പിടിച്ച 9 നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ തന്നെ ഇറക്കും. അത് വിജയം ഉറപ്പാക്കിക്കൊണ്ടുള്ളതാണ്. അതുപോലെ പിന്നീട് 12, 35,000-ന് 40,000-നും ഇടയ്ക്ക് വോട്ട് പിടിച്ചത്, പിന്നീട് വരുന്നത് 30,000-നും 35,000-നും ഇടയ്ക്ക് വോട്ട് പിടിച്ചത്. ഇങ്ങനെ ക്ലാസ് തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ്. ഇത്രയും 34 എണ്ണമാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോകുന്നത്. 140 ഇടത്തും മത്സരിക്കും, പക്ഷെ 34 ഇടമാണ് അതിശക്തമായ പോരാട്ടത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇതിൻ്റെ ഒരു തുടക്കം തന്നെ മിക്കവാറും ഈ മാസം, അതായത് ജനുവരിയിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് BJP വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഈ 34 ഇടങ്ങളിലും വലിയ പ്രതീക്ഷയോടുകൂടി മുമ്പോട്ട് പോകാൻ പറ്റും. തീർച്ചയായിട്ടും പറ്റും. ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ത്രിതല തിരഞ്ഞെടുപ്പിൻ്റെ ആത്മവിശ്വാസം BJPക്ക് കൂടിയിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികൾ കൂടിയിട്ടില്ല വോട്ട് ബാറ്റെന്ന് പറയുകയും ചെയ്യുന്നു. അത് അസംബ്ലി തിരഞ്ഞെടുപ്പും ഈ ത്രിതല തിരഞ്ഞെടുപ്പും കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം വ്യക്തിബന്ധങ്ങളാണ് ത്രിതല തിരഞ്ഞെടുപ്പിൽ. പാർട്ടി A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് ഞാനെന്തേട്ട ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ 34 മണ്ഡലങ്ങൾ അവർ തിരഞ്ഞെടുത്തതിൽ അവരുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും അവരുടെ തിരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെയും കണക്കനുസരിച്ച് 14 MLA കേരളത്തിൽ ഇപ്പോൾ ജയിക്കേണ്ട കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് 6 മാസം, ഇനി 5 മാസം ഉണ്ട് മേയിൽ, ഇതിനിടയ്ക്ക് തിരഞ്ഞെടുപ്പിന് അവരുടെ ബൂത്ത് ലെവൽ, ഏരിയ ലെവൽ, മണ്ഡലം ലെവൽ തിരഞ്ഞെടുപ്പിന് തയ്യാറാകുവാൻ 6 മാസത്തിന് മുമ്പേ നദ്ദാജിയും ഹോം മിനിസ്റ്റർ ഇവിടെ വന്നപ്പോൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 36 മണ്ഡലം A ക്ലാസ് ആയിട്ടുള്ള മണ്ഡലം, C ക്ലാസ് ആയിട്ടുള്ള മണ്ഡലം, B ക്ലാസ് ആയിട്ടുള്ള മണ്ഡലം, ഇത് നേരത്തെ വച്ചിരുന്നു. അത് മാറി ഇപ്പോൾ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ 40,000 വോട്ടിന് താഴെ ഏകദേശം ഒരു 38 വരെ, 38 മുതൽ 30 വരെ വരുന്ന ഒരു സ്റ്റെപ്പ് B ക്ലാസ്, അത് കഴിഞ്ഞ് 38 മുതൽ ഏകദേശം 29 വരെ വരുന്ന C ക്ലാസ്. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് കണ്ണൂരിൽ കൂടിയ പാർട്ടി സമിതിയുടെ ഒരു തീരുമാനങ്ങളും അതിൽ കേന്ദ്ര നേതാക്കൾ, സംസ്ഥാനത്തെ ലീഡർമാർ, സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള പുതുതായിട്ടുള്ള സ്ഥാനാർത്ഥികൾ, ഏബിളായിട്ട് ജനങ്ങളുടെ ഇടയിൽ കാണിക്കാവുന്ന മുഖങ്ങളെ എല്ലാം BJP വിവിധ പ്രോസ്റ്റലിസ്റ്റുകൾ, വിവിധ നല്ല രീതിയിൽ അവരെ കഴിവ് തെളിയിച്ച മേഖലയിലുള്ളവരെ മുന്നിട്ടിറക്കും. ഉദാഹരണം, തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് മുൻ DGPയൊക്കെ തിരഞ്ഞെടുപ്പിനിറക്കിയതുപോലെ വിവിധ തുറകളിൽ എക്സ്പെർട്ടുകളായിട്ടുള്ള എഴുത്തുകാരുണ്ട്, അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരുണ്ട്. ഇത്തരത്തിലുള്ളവരെയെല്ലാം ബഹുമുഖ പ്രതിഭകളെ നിർത്തി, സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി, ഈ വരുന്ന എയർലിസ്റ്റ് എത്രയും പെട്ടെന്ന് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഉദ്ഘാടനം തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കും. തിരുവനന്തപുരത്ത് വാക്ക് സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖർജി കൊടുത്തിട്ടുള്ള 45 ദിവസത്തിനകം പ്രധാനമന്ത്രി ഇവിടെ വരുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ മേയറുടെ സാന്നിധ്യത്തിൽ, ഇവിടുത്തെ ലീഡേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ പ്രധാനമന്ത്രി ആ യോഗത്തിൽ ഡിക്ലെയർ ചെയ്യും. ഈ 34 എണ്ണം പറഞ്ഞതിൽ ഒരു 9 എണ്ണം ഞാൻ പറഞ്ഞല്ലോ, 40,000 മുതൽ 40,000-ന് മുകളിൽ, അതായത് 45,000 വരെ വോട്ട് പിടിച്ച ഇടമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതിൽ ഈ 9 ഇടങ്ങളിൽ വരുന്നതാണ് നേമവും, തിരുവനന്തപുരത്ത് നേമവും, വട്ടിയൂർക്കാവും, കഴക്കൂട്ടവും, കാട്ടാക്കടയും. ഇതിനകത്ത് ഈ നേമവും കഴക്കൂട്ടവും സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കാരണം അവരവർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അല്ല, അവരവരല്ല, കേന്ദ്രത്തിന്റെ അനുമതിയോടുകൂടി. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ സ്വയം പ്രഖ്യാപിച്ചു തൃശ്ശൂരിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ. കഴക്കൂട്ടത്ത് മുരളീധരൻ തന്നെ, കാരണം മുരളീധരന് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിനോട് പ്രത്യേക ഒരു ആഭിമുഖ്യം ഉണ്ടെന്നുള്ളതാണ്. ഇനിയിപ്പോൾ വട്ടിയൂർക്കാവും, കാട്ടാക്കട നമുക്കറിയാം
കൃഷ്ണദാസാണ്. അതെ, കൃഷ്ണദാസിന് ഏറെ വിജയ സാധ്യത കാണുന്നുമുണ്ട്. പക്ഷേ ഇവിടങ്ങളിലൊക്കെ തന്നെ ഈ വട്ടിയൂർക്കാവ് അതിശക്തമായ മത്സരത്തിന് സാധ്യത കാണുകയാണ്. കാരണം കോൺഗ്രസിൽ നിന്ന് മുരളീധരൻ തന്നെ മത്സരിക്കുമെന്നാണ്. അല്ല, മുരളീധരൻ ഗുരുവായൂരിലേക്ക് ഇപ്പോൾ പിന്നെ വട്ടിയൂർക്കാവും പറയുന്നുണ്ട്. കാരണം മുരളീധരൻ നമുക്കറിയാം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പില് തിരുവനന്തപുരത്ത് അല്ല, അദ്ദേഹം എപ്പോഴും അങ്ങനെയാണ്. എവിടെ കൗൺസിൽ തിരഞ്ഞെടുപ്പ് വരുമോ അവിടെ അദ്ദേഹം സീറ്റ് ചോദിച്ച് വരും. അത് അദ്ദേഹത്തിൻ്റെ ഒരു മൊണോപ്പൊളിയാണ്. അതേസമയം പുള്ളി ഒരാഴ്ചയ്ക്ക് മുമ്പേ പറഞ്ഞത് ഞാൻ ഗുരുവായൂരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ടാണ് ഗുരുവായൂരിലെ എല്ലാ കൾച്ചർ പരിപാടിക്കും സാംസ്കാരിക പരിപാടിക്കും അവിടുത്തെ കോൺഗ്രസിൻ്റെ എല്ലാ പരിപാടിക്കും ഉദ്ഘാടകനായിട്ട് പുള്ളി പോകുന്നത്. അല്ല, ഗുരുവായൂർ മത്സരിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ അത് ലീഗിൻ്റെ മണ്ഡലമാണ്. അതെ, ലീഗ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. ലീഗ് ഇപ്പം കോൺഗ്രസിൻ്റെ സീറ്റ് വെച്ചു മാറാൻ തയ്യാറുണ്ട്. ലീഗിൻ്റെ മണ്ഡലത്തിൽ പോയി ഇന്ന് മത്സരിച്ചാൽ മുരളീധരന് പറയാം വിജയം ഉറപ്പാണ്. കോൺഗ്രസ്സുകാർ പാലം വലിക്കും. അതിൽ വേറൊരു ചിന്തയുണ്ട്. ലീഗിന് തലസ്ഥാനത്ത് ലീഗിന് സ്ഥാനാർത്ഥി ഇതുവരെ നിർത്തിയിട്ടില്ല. അവർ വരുന്ന അത്രയും മലപ്പുറവും കോഴിക്കോടും കാസർഗോഡുമാണ്. കുറച്ച് പ്രാവശ്യം കൊണ്ട് UDF-നോട് പറയുന്ന തലസ്ഥാനത്തൊരു മണ്ഡലം നമുക്ക് വേണം. അല്ല, അവർക്ക് തെക്കൻ കേരളം നോട്ടമുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം മണ്ഡലം, ഭീമാവള്ളി, അതുപോലെ വലിയതുറ, ഈഞ്ചയ്ക്കൽ, മാണിക്യവിളാകം, അമ്പലത്തറ, കമലേശ്വരം, മണക്കാട് വരുന്നതുകൊണ്ട് ലീഗിന് ചിലപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം കൊടുക്കുവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗുരുവായൂർ അദ്ദേഹത്തിന് വേണം എന്നുള്ളൊരു ചില കോൺഗ്രസ് സുഹൃത്തുക്കൾ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലം UDF-ലെ ഘടകകക്ഷിയായ CP ജോൺ മത്സരിക്കും എന്നുള്ള രീതിയിലാണ് അവിടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ CP ജോൺ ഘടകകക്ഷി എന്നുള്ള നിലയിൽ വേറെ ഏതെങ്കിലും മണ്ഡലം കൊടുത്താലോ? അങ്ങനെയാകാം. CP ജോണ് തിരുവനന്തപുരമാണ് പിന്നെ മുന്തിയ പരിഗണന കൊടുക്കുന്നത്. അതും അവർ നോക്കുന്നത് അവിടുത്തെ ലാത്തിൻ കത്തോലിക്ക വോട്ടുള്ളത് കൊണ്ടാണ്. എല്ലാവരും വർഗീയമില്ല, ജാതീയമില്ല, മതേതരത്വം എന്ന് പറയുകയും എവിടെയാണോ അവരുടെ മതങ്ങൾ കൂടുതലുള്ളിടത്ത് അവർ സ്ഥാനാർത്ഥികൾ നോക്കിയാണ് നിൽക്കുന്നത്. ഇവർക്ക് BJP-യെ കുറ്റം പറയാൻ അവർക്ക് അധികാരമില്ല. മുമ്പൊരിക്കലും നമ്മൾ കാണാത്ത തരത്തിൽ ആലപ്പുഴ ജില്ലയിൽ വലിയ നേട്ടം BJP-ക്ക് ഉണ്ടാക്കാൻ കഴിയുന്നു. 8 പഞ്ചായത്ത് അരൂരിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും എന്നാണ് അറിയുന്നത്. അതുപോലെ ചെങ്ങന്നൂരിലെ സന്ദീപ് അജസ്പതി, അതെ, നല്ല കാൻഡിഡേറ്റുകളാണ് അവർ. കാരണം MD രമേശ് ചെങ്ങന്നൂർ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പേ ലീഡ് ചെയ്ത സ്ഥലമാണ്. നല്ല വോട്ട് പാറ്റൻറ്റ് BJP-ക്കുള്ളതാണ് ചെങ്ങന്നൂർ. രണ്ടാമത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ ആലപ്പുഴ നോക്കുകയാണെങ്കിൽ അരൂരിൽ നല്ല പാറ്റൻറ്റ് ശോഭാ സുരേന്ദ്രൻ വർദ്ധിപ്പിക്കുവാൻ കഴിയും. അതുപോലെ ആലപ്പുഴ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കൊണ്ട് ആലപ്പുഴയിൽ നല്ല വേരോട്ടം ശോഭാ സുരേന്ദ്രനോടെ ഉണ്ടാക്കിയതാണ്. അല്ല, ഈ 2 മണ്ഡലം മാത്രമല്ല, കായംകുളത്തും നല്ല വേരോട്ടമുണ്ട് BJP-ക്ക്, കുട്ടനാടും നല്ല വേരോട്ടമുണ്ട് BJP-ക്ക്. 5 മണ്ഡലം തിരുവനന്തപുരം പോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ 4 മണ്ഡലത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം ആലപ്പുഴ ജില്ലയിൽ BJP-ക്കുണ്ട്. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞ കണക്ക് കറക്റ്റാണ്. ഏകദേശം നിലവിൽ 14 MLA-മാർ അവർക്ക് കിട്ടും. കാരണം പാലക്കാട്, മലമ്പുഴ നല്ല സ്വാധീനമുള്ളതും നല്ലൊരു മുഖമാണ് BJP ആണെങ്കിൽ അവിടെ BJP-ക്ക് എലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ പാലക്കാട് സെൻട്രലിൽ പാലക്കാട് മണ്ഡലം അവിടെ പറ്റും. അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിലുള്ള ഒറ്റപ്പാലത്ത് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ നല്ല മെമ്പർ BJP-ക്ക് കിട്ടി. അവിടെ A ക്ലാസ് പാലക്കാട് ജില്ലയിൽ 3 മണ്ഡലമുണ്ട്. നേരെ കാസർഗോഡ് പോവുകയാണ് എങ്കിൽ മഞ്ചേശ്വരമുണ്ട്, ഹോസ്ദുർഗുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചു, നിതിൻ ഗഡ്കരി പോലെയാണ്. അദ്ദേഹം തിരഞ്ഞെടുപ്പ് ചുവരുകളില്ല, പോസ്റ്റർ അടിച്ചിട്ടില്ല, മൈക്ക് അനൗൺസ്മെൻ്റ് ഇല്ല. ആ വാർഡിൽ വ്യക്തിബന്ധമുള്ള ആളാണ്. അദ്ദേഹം അവിടെ ജയിച്ചിരിക്കുകയാണ്. പഞ്ചായത്തിൽ കൂടുതൽ കാസർഗോഡ് ജില്ലയിൽ BJP-ക്ക് ഭരിക്കുവാൻ പറ്റുന്നു. സുരേന്ദ്രൻ തുച്ഛമായ വോട്ടുകൾക്കാണ് മഞ്ചേശ്വരത്ത് തോറ്റത്. തൊട്ടടുത്ത മണ്ഡലങ്ങളുണ്ട്, ഹോസ്ദുർഗുണ്ട്, അവിടെ BJP-ക്ക് അനുകൂലമാണ്. കോഴിക്കോട് വരികയാണെങ്കിൽ 14 കൗൺസിലർ ഇപ്പോൾ BJP-ക്ക് കിട്ടി. കോഴിക്കോടും പല മണ്ഡലങ്ങളും BJP A ക്ലാസ് മണ്ഡലമായിട്ട് എടുത്തിട്ടുണ്ട്. അതെ, ഏലത്തൂർ. എന്തിനേറെ പറയണം, മുസ്ലിം ലീഗിൻ്റെ മലപ്പുറത്ത് പോലും BJP A ക്ലാസ് മണ്ഡലം നിശ്ചയിച്ചിട്ടുണ്ട്. നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പഴയ വൈസ് ചാൻസലറായിരുന്ന ആളൊക്കെ BJP-യുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റാണല്ലോ, അദ്ദേഹത്തിനെ പോലുള്ളവരെ നിർത്തുകയാണ് എങ്കിൽ ഇപ്പോഴ് ഭാരതീയ ജനതാ പാർട്ടിക്കൊരു നല്ല ന്യൂനപക്ഷ മുഖങ്ങൾ സ്ഥാനാർത്ഥികൾ നിർത്തുകയാണ് എങ്കിൽ എലക്ട് ചെയ്യുവാൻ ചാൻസ് ഉണ്ട്. പഴയ ഒരു ഇപ്പം അസംബ്ലി ത്രിതല തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് വോട്ട് കിട്ടിയെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നുണ്ട്. പക്ഷേ ആ അഹങ്കാരത്തിന്
അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുമ്പം മന്ദീഭവം ഉണ്ടാകും. അസംബ്ലി തിരഞ്ഞെടുപ്പ് വേറെ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വേറെ, ത്രിതല തിരഞ്ഞെടുപ്പ് വേറെ. മലപ്പുറത്തും BJPക്ക് സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും, തൃശ്ശൂർ, അതുപോലെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ, അതുപോലെ ഇടുക്കിയിലൊക്കെ നല്ല സ്വാധീനമുണ്ട്. അതുപോലെ വയനാട് ഡിസ്ട്രിക്റ്റ് മലയോര ആദിവാസി മേഖലകളാണ്. അപ്പോൾ എന്നാൽ ഈ 34 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് BJP കൂടുതൽ പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കും, പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ ഈ 34 മണ്ഡലങ്ങളിലും നല്ല വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ പ്രവർത്തകർക്കൊരു ആവേശമായിരിക്കും. ഈ 34 മണ്ഡലങ്ങളിൽ നിന്ന് ബഹുഭൂരിപക്ഷം വരുന്ന സീറ്റിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വിജയിക്കുവാൻ കഴിയും. അതാണ് നേരത്തെ ഒരു ചർച്ചയിൽ ചേട്ടനുമായിട്ടിരുന്നപ്പോൾ നമ്മൾ ഡിസ്കഷൻ പറഞ്ഞത് ഒരു തൂക്ക് സഭയോ BJPയുടെ അംഗങ്ങൾക്ക് പിന്തുണയുള്ള ഒരു മന്ത്രിസഭയോ കേരളത്തിലുണ്ടാവും. കേരളം ഈ കമ്മ്യൂണിസത്തിൻ്റെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പോവുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.